പരിശോധനകളും നിരാശകളും വേദനകളും കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അനേകർ പതറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അപ്രകാരമുള്ള സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലും ദൈവത്തിൻ്റെ വിടുതലും നമുക്ക് ആവശ്യമുണ്ട്. അതിന് പ്രത്യേകാൽ കർത്താവ് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമ്മർദ്ദ സാഹചര്യത്തിനും വേണ്ടി ഇടപെടുകയും പ്രവർത്തിക്കുകയും വേണം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 32-ാം വാക്യം, ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അതെ, പത്രോസിൻ്റെ ജീവിതത്തിൽ വിശ്വാസം പോകുന്ന ഒരു വലിയ പ്രതിസന്ധി ഘട്ടം കടന്നു വന്നു. എന്നാൽ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നത് നമ്മളെപ്പോലെ തകർന്നു പോകാമെന്ന അനേകരുടെ മുമ്പിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ തക്കവണ്ണം ദൈവകൃപയും ദൈവശക്തിയും നാം പ്രാപിക്കുക എന്നതാണ്. അതുകൊണ്ട് വിശ്വാസം പോകാതിരിപ്പാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മെ വീഴ്ച കളയുവാൻ, തോൽപ്പിച്ചു കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, തകർത്തു കളയുവാൻ ശത്രുവായവൻ നമുക്ക് നേരെ കടന്നു വരുവാൻ ഇടയുണ്ട്. എന്നാൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി കർത്താവ് അവനെ മാറ്റിയെടുക്കുന്നു. അതെ, പത്രോസിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിനെതിരെ വലിയ പോരാട്ടങ്ങൾ നേരിട്ടു. സാത്താൻ അവനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് പല പ്രാവശ്യം അവനു വേണ്ടി ശ്രമിച്ചു. എന്നാൽ ദൈവം അവനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അതെ, ദൈവവചനത്തിൽ കാണുന്ന അനേക ഭക്തന്മാരെ ശത്രു തകർത്ത് കളയുവാൻ, വീഴ്ച കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചു. അതെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അനേകരെയും ഇതുപോലെ പിന്മാറിപ്പോകേണ്ടതിന് ശത്രു പോരാടുവാൻ ശ്രമിക്കും. എന്നാൽ ഇതിൻ്റെ നടുവിൽ ദൈവകൃപയും ആർജവമുള്ള ആത്മീയ ബലവും പ്രാപിച്ച് ദൈവശക്തിയോടെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടുന്നത് ആവശ്യമാണ്.